ഹായ് ഹലോ നമസ്കാരം. പേജ്3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ICDS സൂപ്പർവൈസർ പുതിയ ബാച്ച് സെപ്റ്റംബർ 30 ആരംഭിക്കുന്നു. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ഇന്ന് നമ്മൾ ബാങ്കുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ബാങ്കിനെ പറ്റിയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അത് എങ്ങനെയാണ് നമ്മൾ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നോക്കിയിരുന്നു. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അതൊരു ബാങ്ക് ലയനം വരികയും 2017 ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 5 അസോസിയേറ്റ് ബാങ്കുകളും പിന്നീടൊരു ഭാരതീയ മഹിളാ ബാങ്കും ഇതിനകത്തേക്ക് ലയിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഈ ഒരു ക്ലാസ്, ആ ഒരു നിർത്തിയ ഭാഗത്ത് നിന്ന് നമ്മളിവിടെ തുടങ്ങുന്നു. അതായത് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ബാങ്കുകൾ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഭാരതീയ മഹിളാ ബാങ്ക്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച കാര്യമായിരുന്നു ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ അതിനുശേഷം തൊട്ട് താഴെ വരുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കും നമ്മളിന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ രണ്ട് ബാങ്കുകളെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ സൗജന്യ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നോക്കുക, ബാങ്കുകളിനകത്ത് വരുന്നത് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് നമ്മൾ പറഞ്ഞു ഭാരതീയ മഹിളാ ബാങ്കിനെ പറ്റിയിട്ടാണ്. ഭാരതീയ മഹിളാ ബാങ്കിനെ പറ്റിയിട്ടാണ്. നിലവിൽ ഈ ബാങ്ക് ഇല്ല, കാരണം ഇത് SBIയിൽ ലയിച്ചു 2017. നമ്മൾ ഈ ബാങ്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നോക്കുക, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ ബാങ്ക് ഏത് എന്ന് ചോദിച്ചാൽ അത് ഭാരതീയ മഹിളാ ബാങ്കാണ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ ബാങ്ക്. സമ്പൂർണ്ണ വനിതാ ബാങ്ക് ഏതാണ്? അത് ഭാരതീയ മഹിളാ ബാങ്ക്. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെയോ പൂർണ്ണമായും വനിതകൾ നിയന്ത്രിച്ചിരുന്ന ബാങ്കാണ് അല്ലേ. കാരണം എന്താണ് ഇവിടെ പറയുന്നുണ്ട്, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ ബാങ്ക്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആരാണ് ഈ ബാങ്ക് നിയന്ത്രിച്ചിരുന്നത്? വനിതകളായിരുന്നു എന്നുള്ളതാണ്. പൂർണ്ണമായും വനിതകൾ നിയന്ത്രിച്ചിരുന്ന ബാങ്കായിരുന്നു ഭാരതീയ മഹിളാ ബാങ്ക് എന്ന് പറയുന്നത്. എവിടെയായിരുന്നു ആസ്ഥാനം? ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ഏതാണ്? ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ് ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. പിന്നെയോ നോക്കുക, ഈ ബാങ്ക് 2013 നവംബർ 19 ഇന്ദിരാഗാന്ധിയുടെ 96ാം ജന്മദിനത്തിലാണ് ഈ ബാങ്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. ഏത് വർഷമാണ്? 2013. 2013 നവംബർ മാസം 19 തീയതി 2013 നവംബർ മാസം 19 ആണ് ഈ ബാങ്ക്, ഭാരതീയ മഹിളാ ബാങ്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ 96ാമത് ജന്മദിനത്തിലാണ് ഭാരതീയ മഹിളാ ബാങ്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ആരൊക്കെ ചേർന്നിട്ടാണ് ഭാരതീയ മഹിളാ ബാങ്ക് ഉദ്ഘാടനം ചെയ്യുന്നത്? നോക്കുക, മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും ചേർന്ന് 2013 നവംബർ 19 ഇന്ദിരാഗാന്ധിയുടെ 96ാമത് ജന്മദിനത്തിൽ ഭാരതീയ മഹിളാ ബാങ്ക് ഉദ്ഘാടനം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഭാരതീയ മഹിളാ ബാങ്ക് എപ്പോഴാണ് വന്നത്, അല്ലെങ്കിൽ ആ വന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ 2013 നവംബർ 19 2013 നവംബർ 19 ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ 96ാമത് ജന്മദിനമാണെന്ന്. അന്നാണ്, ആ ദിനത്തിലാണ് ഈ ബാങ്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. ആരെല്ലാം ചേർന്ന്? മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും ചേർന്നിട്ട്. നോക്കുക, മഹിളാ ബാങ്ക് ആരംഭിച്ചിട്ടുള്ള മൂന്നാമത്തെ ഭാരതീയ മഹിളാ ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ. അതിൽ മഹിളാ ബാങ്ക് വനിതകളായിട്ടുള്ള അല്ലേ, വനിതകൾക്ക് വേണ്ടി അല്ലെങ്കിൽ വനിതകളുടെ ബാങ്ക്, മൂന്നാമത്തെ ബാങ്ക് ആണ് ആരംഭിച്ച രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആദ്യത്തെ രാജ്യവും രണ്ടാമത്തെ രാജ്യവും മഹിളാ ബാങ്ക് ആരംഭിച്ചിട്ടുള്ള ആദ്യത്തെ രാജ്യവും രണ്ടാമത്തെ രാജ്യവും നമുക്ക് പഠിക്കണം. അത് പഠിക്കാം. നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുന്നത് മൂന്നാമത്തെ അല്ലേ, അതായത് മഹിളാ ബാങ്ക് ആരംഭിച്ച മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മഹിളാ ബാങ്ക് ആരംഭിച്ച മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദ്യത്തെ അല്ല, മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എന്താണ് ഈ
സ്ലൈഡിൽ നോക്കിയത് ഭാരതീയ മഹിളാ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ ബാങ്കാണ്. അതുപോലെ പൂർണ്ണമായും വനിതകൾ നിയന്ത്രിച്ചിരുന്ന ബാങ്കായിരുന്നു. അതിൻ്റെ ആസ്ഥാനം എവിടെ? ന്യൂഡൽഹി. മാറിപ്പോകരുത്, കാരണം ആദ്യ ബ്രാഞ്ച് പഠിക്കുമ്പോൾ മറ്റൊരു സ്ഥലമാണ് പഠിക്കുക. അതുകൊണ്ട് തന്നെ ആസ്ഥാനം ന്യൂഡൽഹി ആണെന്ന് ഉറപ്പിച്ച് പഠിക്കുക. ഉദ്ഘാടനം ആരൊക്കെയായിരുന്നു? രണ്ടുപേർ ചേർന്ന് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും. 2013 നവംബർ 19 ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ദിവസം എന്തായിരുന്നു? ആ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ദിരാഗാന്ധിയുടെ 96ാമത് ജന്മദിനമായിരുന്നു. പിന്നെയോ ഭാരതീയ മഹിളാ ബാങ്ക് ആരംഭിച്ച മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സെപ്റ്റംബർ 30 നമ്മുടെ പുതിയ ബാച്ച് മൂന്നാമത്തെ പെയ്ഡ് ബാച്ച് ആരംഭിക്കുന്നത്. കഴിഞ്ഞ 2 ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്തപ്പോൾ രണ്ടാമത്തെ ബാച്ച് ക്ലോസ് ചെയ്തു. ഇനി അതിലേക്ക് അഡ്മിഷൻ എടുക്കുന്നില്ല. ഇനി നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് മൂന്നാമത്തെ ബാച്ചിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് സാധിക്കും. സോ ഇന്ന് തന്നെ ചുവടെ കാണുന്ന 9747886626 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കുക. സെപ്റ്റംബർ 30 നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭാരതീയ മഹിളാ ബാങ്ക് എന്ന് പറഞ്ഞു. അതിലെ മൂന്നാമത്തെ മഹിളാ ബാങ്ക് ആരംഭിച്ച മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ ആദ്യ രാജ്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കണം അല്ലേ? കാരണം എന്താണ്? മൂന്നാമത്തെയാണ്. എപ്പോഴാണ്? 2013 എവിടെ വരുന്നത്? ഇന്ത്യയിൽ വരുന്നത് അല്ലേ? ഇന്ത്യയിലെ മഹിളാ ബാങ്ക് ആരംഭിച്ചിട്ടുള്ളത് 2013 എന്നാൽ ലോകത്താദ്യമായി മഹിളാ ബാങ്ക് ആരംഭിച്ച രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് 1987 സാറേ വർഷം പഠിക്കണമെന്ന് ചോദിച്ചാൽ ഒന്ന് അറിഞ്ഞു വെക്കുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. 1987 പാകിസ്ഥാൻ ആദ്യമായി മഹിളാ ബാങ്ക് ആരംഭിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പം ലോകത്താദ്യമായി മഹിളാ ബാങ്ക് ആരംഭിച്ച രാജ്യമാണ് പാകിസ്ഥാൻ അല്ലേ? ഏത് വർഷം? 1987 എങ്കിൽ രണ്ടാമത് ടാൻസാനിയ 2007 ടാൻസാനിയ 2007 മഹിളാ ബാങ്ക് ആരംഭിക്കുന്നു. മൂന്നാമത് മഹിളാ ബാങ്ക് ആരംഭിച്ച മൂന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. 2013 ക്ലിയർ അല്ലേ? ഒന്നാമത്തേത് പാകിസ്ഥാൻ, രണ്ടാമത്തേത് ടാൻസാനിയ, മൂന്നാമതാണ് ഇന്ത്യ വരുന്നത്. ഇന്ത്യ പഠിച്ചു വെക്കുക, മൂന്നാമതാണെന്ന കാര്യം പഠിച്ചു വെക്കുക. ആദ്യത്തേത് ഓർമ്മ വേണം. 1987 പാകിസ്ഥാൻ ആദ്യമായി മഹിളാ ബാങ്ക് ആരംഭിക്കുന്നു. രണ്ടാമത് 2007 ടാൻസാനിയ, മൂന്നാമത് 2013 ഇന്ത്യ. ഈ കാര്യം ഓർത്തു വെക്കുക. പിന്നെയോ ഈ പറയുന്ന മഹിളാ ബാങ്കിൻ്റെ അല്ലേ, ഏത് ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്ന് പറയുന്നതായിരുന്നു ഏതിൻ്റെ? ഈ പറയുന്ന ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ് വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം. കേരളത്തിൽ ആദ്യ ശാഖ എവിടെയാണ് വരുന്നത്? അത് കമലേശ്വരത്താണ്. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ കേരളത്തിലെ ആദ്യ ശാഖ എവിടെയാണ്? അത് കമലേശ്വരത്തും. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ബ്രാഞ്ച് അല്ലെങ്കിൽ ആദ്യ ശാഖ എന്ന് പറയുന്നത് മുംബൈയിലാണ്. ഞാൻ പറഞ്ഞു ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആസ്ഥാനം. ഓക്കെ, ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയേണ്ടത് എവിടെയാണ്? അത് ന്യൂഡൽഹിയാണ്. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. അതുകൊണ്ടാണ് ഞാനത് പഠിക്കാൻ പറഞ്ഞത്. നോക്കുക, ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. എന്നാൽ നമ്മളിവിടെ പഠിക്കുന്നു ആദ്യ ബ്രാഞ്ച്, ഇന്ത്യയിലെ ആദ്യ ബ്രാഞ്ച് എവിടെയാണ്? അത് മുംബൈയിലാണ്. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആദ്യത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് മുംബൈയിലാണ്. കേരളത്തിലെ ആദ്യ ബ്രാഞ്ച് എന്ന് പറയുന്നത് കമലേശ്വരത്താണ്. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ കേരളത്തിലെ ആദ്യ ബ്രാഞ്ച് കമലേശ്വരത്ത്, ഇന്ത്യയിലെ ആദ്യ ബ്രാഞ്ച് വരുന്നത് മുംബൈയിലാണെന്ന കാര്യം ഓർത്ത് വെക്കുക. എന്നാൽ ആസ്ഥാനം എന്ന് പറയുന്നത് അത് ന്യൂഡൽഹി ആണെന്ന കാര്യം ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ? സോ ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. അടുത്തത് ആദ്യ ചെയർപേഴ്സൺ ആൻഡ് MD മാനേജിംഗ് ഡയറക്ടർ അല്ലേ? അതായത് ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ഉഷ അനന്ത സുബ്രഹ്മണ്യനാണ്. ഉഷ അനന്ത സുബ്രഹ്മണ്യൻ, അതായത് ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ് ഉഷ അനന്ത സുബ്രഹ്മണ്യൻ. പിന്നീട് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു 2017 ഇവിടെ 2017 ഏപ്രിൽ 1 SBIയിൽ ലയിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആര് ലയിച്ചു? ഭാരതീയ മഹിളാ ബാങ്ക് ലയിച്ചു അല്ലേ? 2017 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ അടക്കമുള്ള 5 അസോസിയേറ്റ് ബാങ്കുകളും പിന്നീട് ഭാരതീയ മഹിളാ ബാങ്ക് ലയിച്ച് നമ്മൾ കഴിഞ്ഞ SBIയുടെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. സോ അങ്ങനെ 2017 ഏപ്രിൽ 1 ഈ പറയുന്ന ഭാരതീയ മഹിളാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. സോ ഇത്രയും കാര്യങ്ങൾ ഭാരതീയ മഹിളാ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിടികിട്ടിയില്ലേ? ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യ പഠിച്ചപ്പോൾ പറഞ്ഞു, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു. ഇനി നമ്മളിവിടെ പഠിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത് പൊതുമേഖലാ ബാങ്കായിട്ടുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിനെ പറ്റിയിട്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഭാരതീയ മഹിളാ ബാങ്ക് കഴിഞ്ഞു. ഇതാ ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അതിൽ നോക്കുക, അതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായ് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് അല്ലേ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് PNB എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ സാറേ ഇത് എന്താണെന്ന് ചോദിക്കേണ്ട, പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ആരാണ്? അത് ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. നോക്കൂ, അതിൻ്റെയും ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നമ്മൾ പറഞ്ഞു ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്, അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെയും ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇനി പഠിക്കുന്ന എല്ലാ ബാങ്കിൻ്റെയും ആസ്ഥാനം ന്യൂഡൽഹി എന്ന് പഠിച്ചു വെക്കേണ്ട, തെറ്റിപ്പോകും. ഇപ്പോൾ പഠിച്ച രണ്ടെണ്ണത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആസ്ഥാനവും പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആസ്ഥാനവും എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് എന്ന് കേൾക്കുമ്പോൾ ആസ്ഥാനം പഞ്ചാബിലാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇത് സ്ഥാപിതമായ വർഷം 1894 മെയ് 19-നാണ്. 1894 മെയ് 19-നാണ് ഇത് സ്ഥാപിതമാകുന്നത്. മിക്ക പുസ്തകങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു വർഷമായിട്ടും കാണാനായിട്ട് സാധിക്കുക. അതായത് 1894 മെയ് 19-ന് ഇത് സ്ഥാപിതമായി. എന്നാൽ ഒരു വർഷം കൂടെ എക്സ്ട്രാ പഠിച്ചു വെച്ചു. ഇത് പ്രവർത്തനം ആരംഭിച്ചത് 1895 ഏപ്രിൽ 12 മുതലാണ്. 2 വർഷങ്ങൾ തമ്മിൽ കൺഫ്യൂഷൻ ആവേണ്ട. ആദ്യം അത് സ്ഥാപിച്ചു, പിന്നീടാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ, അപ്പോൾ സ്ഥാപിതമായത് 1894 മെയ് 19-ഉം പ്രവർത്തനം ആരംഭിച്ചത് 1895 ഏപ്രിൽ 12-ഉം. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനിയോ ഈ ബാങ്കിനൊരു പ്രത്യേകതയുണ്ട്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്നത് അല്ലേ. അതായത് പൂർണ്ണമായിട്ടും ഇന്ത്യൻ മൂലധനം അല്ലേ, മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ്. വിദേശ നിക്ഷേപം ഒന്നും തന്നെയില്ല. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് ഏതെന്ന് പറയുന്നത്? പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക്. ആദ്യത്തേത് ഏതാണ്? ആദ്യത്തേത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമത്തേത് ഏതാണ്? അത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. നോക്കുക അല്ലേ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യത്തെ പൊതുമേഖലാ ബാങ്ക്, ഏറ്റവും വലിയ ആദ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ചോദിച്ചാൽ അത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇനി VRS നടപ്പിലാക്കിയ ബാങ്ക് കൂടിയാണ് എന്ന് പറയുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. എന്താണ് VRS എന്ന് പറഞ്ഞാൽ? വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീമാണ്. അതായത് സ്വയം വിരമിച്ചു പോകില്ലേ അല്ലേ, വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം, സ്വയം വിരമിക്കല്ലേ. അത്തരത്തിൽ നമുക്കെന്താണ് സ്വയം വിരമിച്ച് നമുക്ക് പോകാൻ റിട്ടയർമെൻറ്റ് അല്ലേ, വോളണ്ടറി റിട്ടയർമെൻറ്റ്. നമുക്ക് എന്താണ് സ്വയം നമുക്ക് റിട്ടയർ ചെയ്ത് വരാം അല്ലേ. അത്തരത്തിലുള്ള വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം പദ്ധതി നടപ്പിലാക്കിയ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെയോ ഈ പറയുന്ന പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ 125ാമത് വാർഷികം ആഘോഷിച്ചത് 2019-ലാണ്. 2019-ലാണ് 125ാമത് വാർഷികം ആഘോഷിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. 2019-ൽ 125 വർഷം കഴിഞ്ഞു ഈ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആരംഭിച്ചിട്ട് എന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ക്ലിയർ അല്ലേ? സോ നമ്മളിവിടെ പറഞ്ഞു ലാലാ ലജ്പത് റായ് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 1894 മെയ് 19-നാണ് ബാങ്ക് സ്ഥാപിതമായത്. പ്രവർത്തനം ആരംഭിച്ചത് 1895 ഏപ്രിൽ 12-ആണ്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ്. പിന്നെയോ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ആദ്യത്തേത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നീട് VRS പദ്ധതിയിലെ വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം അത് നടപ്പിലാക്കിയ ബാങ്കാണ്. അതുപോലെ തന്നെ 2019-ലായിരുന്നു അത് 125ാമത് വാർഷികം ആഘോഷിച്ചത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയല്ലോ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ കൂടുതൽ ബാങ്കുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കും. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ട ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങളുടെ സംശയങ്ങൾക്കും ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. എന്തായാലും മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്